തമിഴ്നാട്ടിൽ പ്രശസ്ത സിനിമാ നടനായ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നു. തമിഴക വെട്രി കഴകം, അത് TVK എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. അത് തുടങ്ങി ആദ്യ നാളുകളിൽ തന്നെ വളരെ ഗുരുതരമായ ഒരു സംഭവവികാസം ഉണ്ടായി. ഏതാണ്ട് 100-ൽ പരം ആൾക്കാർ മരിക്കേണ്ട സ്ഥിതിയും വന്നു ചേർന്നു. അതിനുശേഷം കുറച്ച് നാൾ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവർത്തനത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ ശക്തമായി ആ പ്രസ്ഥാനം രാഷ്ട്രീയ രംഗത്ത് പൊരുതുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന വിജയ് തൻ്റെ പ്രചരണം നടത്തുന്നത് സൈക്കിൾ ചവിട്ടിക്കൊണ്ടാണ്. വിജയുടെ ഈ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രാഹുൽ ഗാന്ധിയുടെ സൈക്കിൾ ചവിട്ടാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ പ്രചരണ പദ്ധതി സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹം സൈക്കിൾ കെട്ടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും പോലീസും ഒക്കെ ഇങ്ങനെ പുറകെ ഓടുന്ന ചിത്രവും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു ആരാധകൻ കുറച്ച് പൂക്കളെ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ആദരപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് വർഷിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ഈ പൂക്കൾ വന്ന് വീഴുന്ന കണ്ട മാത്രയിൽ പേടിച്ച് ഭയന്ന് ഈ നടൻ, ഈ മഹാനടൻ, ഈ വലിയ നേതാവ് ഓടി രക്ഷപ്പെടുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഒരു ബോംബാണ് തൻ്റെ പുറത്തേക്ക് വീഴാൻ പോകുന്നത് എന്ന് വരുമ്പോൾ ഒരാൾ ഓടുന്നതിൽ എന്താണ് തെറ്റ്? ഓടണ്ടേ? ഓടണം. പക്ഷേ വിജയ് എങ്ങനാണോ? വിജയ് എങ്ങനെ 10-25 മല്ലന്മാരെ, ആയുധധാരികളെ ഒറ്റയടിക്ക് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന വിജയല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. അതോ ഈ അടുത്ത കാലത്തൊരു സിനിമയിൽ അദ്ദേഹം കാണിച്ചൊരു പ്രകടനം അതിന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാവരെയും തകർത്ത് അദ്ദേഹം വിജയശ്രീ ലാളിതനായി വരികയാണ്. അങ്ങനെയുള്ളൊരു ചിത്രമാണ് വിജയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ, തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ മനസ്സിലുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഒരു വലിയ ബലൂൺ ഊതി നിറച്ച ഒരു വലിയ ബലൂൺ ഒരു കൊച്ചു സൂചി തട്ടിയപ്പോൾ പൊട്ടിത്തെറിച്ചൊരു സ്ഥിതിവിശേഷമായി പോയി. വിജയ്ക്കേറ്റൊരു കനത്ത പ്രഹരമാണെന്ന് തന്നെ പറയാം. വിജയ് MG രാമേന്ദ്രന് പഠിക്കുകയായിരുന്നു കേട്ടോ. MGR എവിടെ? വിജയ് എവിടെ? വിജയ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അതിമോഹം കൊണ്ട് ഇത് ചെയ്യുകയാണ്. MG രാമേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല. അയാൾ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു, നന്മ നിറഞ്ഞവനായിരുന്നു എന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു നല്ല ക്യാരക്ടർ അദ്ദേഹത്തിനുള്ളതായിട്ടും അറിയില്ല. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹം ഇതിനൊന്നും പറ്റിയ ഒരാളല്ല എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കും. ഏതായാലും തമിഴ്നാട്ടിൽ ഈ താരപ്രഭ ഏതാണ്ട് അസ്തമിച്ചു എന്ന് ഒരു സ്ഥിതിവിശേഷം വന്നു എന്ന് നമുക്ക് കരുതാം. വേറെ പല നടന്മാരും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു. ശിവാജി ഗണേശൻ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു, കമലഹാസൻ രൂപം കൊടുത്തു. രജനീകാന്ത് ഏതായാലും അതിന് ശ്രമിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു അപജയം സംഭവിക്കുന്ന സ്ഥിതി വന്നില്ല. ഏതായാലും വിജയ് ഇതോടുകൂടി രാഷ്ട്രീയ രംഗത്ത് ഒരു വട്ടപൂജ്യമായി മാറി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നാം ഇപ്പോൾ കണ്ടത്.